വയനാട് ഫണ്ട് പിരിച്ച് പുട്ടടിച്ചതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ പറ്റിക്കാൻ മാപ്ര ക്യാമറകൾക്ക് മുന്നിൽ വന്ന് അഭിനയങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അതിന് നിയോഗിച്ചിരിക്കുന്നത് കൽപ്പറ്റ MLA ആയിട്ടുള്ള ടി സിദ്ദിഖിനെയാണ്. വിദഗ്ധമായിട്ട് നല്ല വേഷം കെട്ടി അങ്ങ് അഭിനയിച്ചോളണം. ചോദ്യങ്ങളിലെല്ലാം നല്ല ആധികാരികമായി 9 on 6 ബെഡായി അടിച്ചങ്ങ് വിട്ടോളണം. മാപ്രകളെ നമുക്ക് സെറ്റ് ചെയ്യാം. നാട്ടുകാരെന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. സ്വന്തം നിലയ്ക്ക് ഫണ്ട് പിരിച്ച് പുട്ടടിച്ചതിന് ശേഷം വയനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എല്ലാം ഓക്കെയാണ്, ഭൂമി ഉൾപ്പെടെ ആയിക്കഴിഞ്ഞു, ഉടനടി ഞങ്ങൾ വീട് വയ്ക്കും. അപ്പോഴാണ് മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഒരാൾ PR ടീമിന് പുറത്തുനിന്നുണ്ടാകും. ആ വ്യക്തി നിഷ്കളങ്കമായ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. അതൊന്ന് കണ്ടേ ആദ്യം. പെട്ടെന്ന് പെട്ടെന്ന് പോകും പെട്ടെന്ന് പോകും ഏതാ അത് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും. സർക്കാരിന്റെ വകയുണ്ട്. ഭൂമിയെല്ലാം ഓക്കെയാണ്, ഉടനടി നമ്മൾ വീട് കൊടുക്കുമെന്നൊക്കെ തള്ളി മറിച്ച് വരുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് സ്ക്രിപ്റ്റിന് പുറത്തു നിന്ന് ആ ചോദ്യം വന്നത്. ആ ഭൂമി എവിടെയാണ്? അതൊക്കെ വരും 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 എന്നിട്ട് ആ ചോദ്യം ചോദിച്ചതിനുള്ള ആക്ഷൻ നിങ്ങൾ ഒരിക്കൽ കൂടി കണ്ടേ. പെട്ടെന്ന് പെട്ടെന്ന് പോകും പെട്ടെന്ന് പോകും ഏതാ അത് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും. സർക്കാരിന്റെ വകയുണ്ട്. കണ്ടല്ലോ, പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണെന്നുള്ളതിന്റെ തെളിവാണ്. ഇവിടെയും തീർന്നില്ല. ആ പ്രതികരണത്തിൽ കുറച്ചുകൂടി നിങ്ങൾ കേൾക്കണം. സകലതിന് ഉത്തരവാദി സർക്കാരാണ്. കാര്യം സർക്കാരാണല്ലോ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞത്, ഡേ സതീശനും സുധാകരനും നിങ്ങൾ തന്നെ സ്വന്തം നിലയ്ക്ക് പോയി ജനങ്ങളടുത്ത് പിരിവെടുക്കൂ, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ തരണ്ട എന്ന് പറയാൻ സർക്കാർ പറഞ്ഞു അത്രേ. സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിന്റെ പ്രവർത്തനം ശരിയല്ല എന്നുള്ള നിലയ്ക്കാണ് സ്വന്തം നിലയ്ക്ക് പിരിവെടുപ്പ് തുടങ്ങിയത്. ആ പിരിവെടുപ്പ് തുടങ്ങിയതിന് ശേഷം ആപ്പ് ഉണ്ടാക്കി അതിലൂടെ എത്ര പിരിച്ചു, യൂത്ത് കോൺഗ്രസ് എത്ര പിരിച്ചു എന്ന ചോദ്യത്തിന് കൂടിയൊക്കെ മറുപടി പറയുന്ന കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ, മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നവന്മാർ കാപട്യമാണോ അല്ലയോ എന്ന് ആ മറുപടികൾ ശ്രദ്ധിച്ച ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തണം. പിരിച്ച ഫണ്ടിന്റെ കണക്ക് കോൺഗ്രസ് പാർട്ടിയുടേത് ഒരു ആപ്പായിരുന്നു, ഓപ്പൺ ആയിരുന്നു. 2 യൂത്ത് കോൺഗ്രസിന്റേത് അത് കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ആശങ്ക വേണ്ട. ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, ആ വീടുകളെ സംബന്ധിച്ചുള്ള ആശങ്ക വേണ്ട, അത് കൊടുക്കും. അനിശ്ചിതത്വമില്ലല്ലോ, സർക്കാർ തുറക്കം വെക്കുന്നതല്ലേ ഇതൊക്കെ വൈകാനുള്ള കാരണം. ഭൂമി ഞങ്ങൾ കണ്ടെത്തി, അതിന്റെ അനുബന്ധ നടപടികളിൽ കിടക്കുക. സർക്കാർ ഭൂമി എപ്പോഴാ എടുത്തത്? സർക്കാർ എടുത്തത് എപ്പോഴാ? എല്ലാ കൈവശമുള്ളതൊക്കെ സർക്കാർ എപ്പോഴാ എടുത്ത്? ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് പെട്ടെന്ന് പോകും പെട്ടെന്ന് പോകും ഏതാ അത് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും. സർക്കാരിന്റെ വകയുണ്ട്. കേട്ടല്ലോ, ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറയില്ല. സർക്കാരിന്റെ 700 കോടി എവിടെ? 700 കോടി എവിടെ? അപ്പോ 700 കോടി സർക്കാരിന് കിട്ടിയെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെ അറിയാം? അതാണ് അതിന്റെ ട്രാൻസ്പാരൻസി. എത്ര രൂപ വന്നു, എത്ര രൂപ ചെലവാക്കി എന്നതിനെ സംബന്ധിച്ച് ആർക്കും കയറി നോക്കി അത് വിലയിരുത്താം. അത് നാളെ പിണറായി വിജയൻ ആ കസേരയിൽ നിന്നങ്ങ് മാറിയാൽ അടുത്തു വരുന്ന ആളാരാണോ അയാൾക്ക് വേണമെങ്കിലും ഈ ഫണ്ട് എടുത്ത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അതിനെ മുഖ്യമന്ത്രിയുടെ, പിണറായിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്നല്ല, മുഖ്യമന്ത്രി ആരാണോ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് അവിടെ പ്രാധാന്യമേ ഇല്ല. അതൊരു സർക്കാർ ഫണ്ടാണ്. അതിൽ 700 കോടി കിട്ടിയെന്ന് ഇവർ തന്നെ പറയുന്നവർ സ്വന്തം നിലയ്ക്ക് പിരിച്ചതിൽ എത്ര കിട്ടി? ആ എത്ര കിട്ടി എന്ന ചോദ്യം ചോദിക്കാൻ കാരണം, ഈ കോൺഗ്രസിന്റെ ആപ്പിലൂടെ വന്ന പൈസയ്ക്ക് ഓഡിറ്റ് ഇല്ല. അത് ആർക്കാണ് കിട്ടിയത്, അത് ആരുടെ കൈവശമാണ്, എങ്ങോട്ട് പോയി, ഏത് അക്കൗണ്ട്, ഇതൊന്നും ആർക്കും ചോദിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചോദ്യത്തിന് മുന്നിൽ ഞങ്ങൾക്കിതാ 1 കോടി രൂപ കിട്ടി എന്ന് ആധികാരികമായി ടി സിദ്ദിഖ് പറയണ്ടേ? എല്ലാം കിട്ടും, എല്ലാം കിട്ടും, എല്ലാം കിട്ടും. കിട്ടണമെങ്കിൽ എന്ത് വേണം? അധികാരം വേണം. കാര്യം
ഫണ്ട് വേറെ ഈസി ആയിട്ട് ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അധികാരം വേണം. ഇതാണ് ജനങ്ങളുടെ പൈസയോടുള്ള ഇവരുടെ ഉത്തരവാദിത്വം. ഫണ്ടാണോ? പുട്ടടിച്ചിരിക്കും, അതിന് യാതൊരു തെളിവുമില്ല. എന്നിട്ട് മാധ്യമങ്ങൾക്ക് അതിന്റെ ഒരു ഓഹരി കൊടുത്തതിന് ശേഷം, ചോദ്യങ്ങൾ കൂടി അവർക്ക് അനുകൂലമായി ചോദിച്ചതിന് ശേഷം, അവർ പറയുന്ന ബഡായികളെ നാളെ വാർത്തയാക്കി അവതരിപ്പിക്കുന്നു. അവർ ചെയ്യാത്ത പ്രവർത്തനത്തെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആ PR അടിമകൾക്കപ്പുറം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വിരൽ ചൂണ്ടിയൊക്കെ പറയുന്നുണ്ട്, ഇമാതിരിയാണ് ചോദ്യം ചോദിക്കണം, ഇത് കഴിഞ്ഞിട്ട് ഒരു 10,000 രൂപ അങ്ങ് തരാം, ഇനി മേലെ ആവർത്തിക്കരുത്. ഈ പറയുന്ന കോംപ്രമൈസുകൾ നടക്കുകയാണെങ്കിൽ 1 വർഷവും 3 മാസവും കഴിഞ്ഞ ആ പ്രഖ്യാപനം ഇനി നടക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പാവപ്പെട്ട മനുഷ്യർ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ അതിന്റെ പേരിൽ പിരിവെടുത്ത പൈസയ്ക്ക് പോലും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ, യാതൊരു മനസാക്ഷിയും ഇല്ലാതെ ആലപ്പുഴയിൽ എങ്ങനെയാണ് അതിദരിദ്രന്റെ കൂപ്പൺ അടിച്ചുകൊണ്ട് പോയത്, അതേ മാതൃകയിൽ കോൺഗ്രസുകാർ ഫണ്ട് അടിച്ചുകൊണ്ട് പോയി എന്നതിന്റെ തെളിവാണ് ടി സിദ്ദിഖിന്റെ ഈ പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്.